ഹലോ. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റേഷനറി ഹാൾ കണ്ടല്ലോ. യെസ്, അപ്പോൾ ഇതിലുള്ള എല്ലാ ഐറ്റംസും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിലെല്ലാത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഞാനിതിൻ്റെ ക്വാളിറ്റീനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ കാണുന്ന ഒരു ട്രിങ്കറ്റ് ബോക്സാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ കൊടുത്തിട്ടുള്ള റേറ്റ് 149 ആണ്. ഞാനിത് കുറച്ചും കൂടെ വലുതാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു വാങ്ങിയത്, പക്ഷേ സംഭവം കുറച്ച് ചെറുതായിപ്പോയി. കുഴപ്പമില്ല. പിന്നെ ഈ കാണുന്ന ഒരു ജാർ ഷാർപ്പനർ, ഇത് മൈമെലഡി തീമിലാണ് വാങ്ങിയത്. ഇത് ബ്ലൂ കളറിലാണ് വന്നത്. ഞാൻ പിങ്ക് ആയിരിക്കും, പക്ഷേ ബ്ലൂ കളറിലാണ്. കുഴപ്പമില്ല, പക്ഷേ നല്ല ഭംഗിയുള്ള കളറാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് 40 റുപ്പീസാണ് കേട്ടോ. നല്ല വേർത്തല്ലേ, കാരണം ആ ഒരു 40 റുപ്പീസിന് ഇതുപോലത്തെ ഒരു വെറൈറ്റി ഷാർപ്പനർ നല്ല രസമുണ്ട് കേട്ടോ കാണാനും. അതിനുള്ളിൽ വേസ്റ്റ് വന്നിട്ട് നമുക്കത് ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരി കളയൊക്കെ ചെയ്യാം. നന്നായിട്ട് ഷാർപ്പ് ആവുന്നുണ്ട് കേട്ടോ. ഞാൻ പെൻസിലൊക്കെ ഷാർപ്പ് ചെയ്ത് നോക്കി. പിന്നെ കാണുന്നതാണ് ഗ്ലൂ ടേപ്പ്. നമ്മൾ ജേർണലിംഗ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സെൽഫി സ്റ്റിക്കാവാത്ത നമ്മൾ ഈ ഓരോ ഇതുണ്ടാവുമല്ലോ, സ്റ്റിക്കേഴ്സ് അല്ല, എന്താ പറയുക അതിന്, മറന്നുപോയി. അപ്പോൾ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലൂ ടേപ്പ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിലൊക്കെ നോക്കിയ സമയത്ത് എന്തോ ഒരു വില, അതായത് ആളുകൾ വിശ്വസിക്കാത്ത തരത്തിലുള്ള വിലയൊക്കെ ആയിരുന്നു കേട്ടോ അതിൽ. അങ്ങനെ ഇത് എനിക്ക് ഈ ഒരു ഇതെന്ന് കിട്ടി. അപ്പം ഞാൻ ഇത് ഏത് സൈറ്റിൽ നിന്നാണ് വാങ്ങിയെന്നുള്ളത് ഇതുവരെ പറഞ്ഞിട്ടില്ല. മാജിക് ട്രങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാട്ടോ വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ സൈറ്റ് കിട്ടും. അപ്പോൾ ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ പേജിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഈ കാണുന്ന കുറോമീൻ്റെ സിസേഴ്സാണ് കേട്ടോ. നല്ല അടിപൊളി സിസേഴ്സാണ്. നമ്മൾ ക്യൂട്ട് ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. വിൻറ്റേജ് ജേർണലിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഗ്ലൂ ടൈപ്പിൻ്റെ റേറ്റ് ഞാൻ പറയാൻ മറന്നില്ലേ, അതിന് 99 ആട്ടോ. പിന്നെ ഈ കാണുന്ന സിസേഴ്സിനും 99 തന്നെ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട്, എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വേർത്തായിട്ടുള്ള എല്ലാ ഐറ്റംസ് കേട്ടോ. ഞാൻ എന്തോന്നറിയില്ല, ഞാൻ വാങ്ങിക്കുന്നതൊക്കെ എനിക്ക് അങ്ങനെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. എപ്പോഴും ഞാൻ കൊടുക്കുന്ന പ്രൈസിന് വേർത്തായിട്ടുള്ളത് ഞാൻ അത് ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ് കേട്ടോ. മേ ബി അതുകൊണ്ടായിരിക്കാം, ഞാൻ അങ്ങനെ തപ്പി പിടിച്ച് കണ്ടുപിടിക്കുന്നതിനെ കൊണ്ടായിരിക്കാം. ഓക്കെ. പിന്നെ ഈ കാണുന്ന ഒരു ക്ലിപ്പ് ബോർഡ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വാങ്ങിയത്. സംഭവം എന്താ എനിക്ക് ഫസ്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് കൈ കിട്ടിയപ്പോഴാണ് എന്താണെന്ന് മനസ്സിലായത്. അതായത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഈ പേജസിൽ എഴുതിയിട്ട് നമുക്ക് ഇതിൽ ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകാണ്ടിരിക്കാനുള്ളത് ഒക്കെ ആയിട്ട് നമ്മൾ ഒരു സ്റ്റിക്കി നോട്ടൊക്കെ പോലെ നമ്മൾ എഴുതിയേക്കില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലിപ്പ് ബോർഡ് യൂസ് ചെയ്യുന്നത്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തോ ഒരു ഭയങ്കര ചെറുതും നല്ല ഭംഗിയുള്ള ഡിസൈനും ആയിരുന്നിട്ട് അതിൻ്റെ പുറത്തൊക്കെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് വെറും 75 റുപ്പീസാണല്ലോ കേട്ടോ. ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്തായിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഒരു മൈമെലഡി തീമിലുള്ള ഒരു നോട്ട്ബുക്ക്. പിന്നെ നമ്മൾ എന്ത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിലെവിടെയെങ്കിലും ഒരു മൈമെലഡി തീം വരാണ്ടിരിക്കില്ലല്ലോ അല്ലേ. യെസ്. അപ്പോൾ നമ്മുടെ ഡെസ്ക് മൊത്തത്തിൽ മൈമെലഡി ആണല്ലോ. നമ്മുടെ ബോക്സും എല്ലാം ഒരു മൈമെലഡി തീമിലാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. 99 ആട്ടോ. അപ്പോൾ ആ 99 ഇത് നല്ല, എന്താ പറയുക, അടിപൊളിയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നല്ല ഭംഗിയുള്ള പേജസും അതുപോലെ നല്ല ഭംഗിയുള്ളൊരു മിനി നോട്ട്ബുക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു കുറോമിൻ്റെ നോട്ട്ബുക്ക് നമ്മൾ മുമ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോയിൽ ഇതേപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. പിന്നെ ഇതായിരുന്നു കേട്ടോ ആ കുറോമിൻ്റെ നോട്ട്ബുക്ക്. ഇതിന് 135 ആയിരുന്നു കേട്ടോ ഞാൻ കൊടുത്തിരുന്നത്. പക്ഷേ ഈ മൈമെലഡീൻ്റെ ഇതിനേക്കാളും സൈസും ഉണ്ട്, ഇതിനേക്കാളും ഭംഗിയുണ്ട്. അതിന് 99 ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു ഡോണറ്റ് എറൈസർ, ഇതിന് വെറും 15 രൂപയുള്ളൂ. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 50 പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ എറൈസർ കണ്ടപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണാൻ വെക്കാനാട്ടോ. ഞാൻ ഇതുകൊണ്ട് എറൈസ് ചെയ്യൊന്നും പോകുന്നില്ല. അപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് ഈ റൈറ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മിനി നോട്ട്ബുക്ക് കേട്ടോ. അത് എന്താ പറയുക, മിനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു മിനി ആയിപ്പോൾ. ഇതെന്തൊരു ഭംഗിയാണെങ്കിൽ ഇത് കാണാനെന്ന് പറയും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇതുപോലത്തെ ഇങ്ങനെ ക്യൂട്ടായിട്ട് മിനി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടെ കേട്ടോ. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഫസ്റ്റ് പറയാം. 145 ആണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് ഞാൻ തുറന്ന് നോക്കിയ സമയത്ത് എനിക്കൊരു സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായി. ഞാനതിങ്ങനെ മറിച്ച് നോക്കുകയായിരുന്നു. ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് ഇതിൽ ഒരു സൈഡിൽ മൊത്തം സ്റ്റിക്കേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലത്തെ ഫ്രെയിം ചെയ്ത് മാറ്റ ഒരു പേജസും, അതേപോലെ ഒരു സൈഡ് മൊത്തം സ്റ്റിക്കേഴ്സ് കേട്ടോ. അപ്പോൾ ഞാനത് പറിച്ച് നോക്കുന്നുണ്ടൊന്നും കൂടെ സ്റ്റിക്കർ തന്നെ ആണോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് നമുക്കിത് സ്റ്റിക്കർ ബുക്ക് പ്ലസ് ഒരു നോട്ട്ബുക്ക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്തൊരു ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഭയങ്കര ക്യൂട്ടായിട്ട് കേട്ടോ. ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊരു പർപ്പിൾ കളറും ഒപ്പം തന്നെ ഒരു പിങ്ക് കളറും 2 കളറിലുണ്ടായിരുന്നു കേട്ടോ. രണ്ടിലും സെയിം തന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഫ്രെയിം ചെയ്ത് മറ്റൊരു പേജസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ഞാൻ എന്തോ എഴുതുമോ അല്ലെങ്കിൽ എന്തോ ചെയ്യുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് കാണാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മെയിനായിട്ട് വാങ്ങി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നെപ്പോലെ ഇതുപോലത്തെ വട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അറിയാമല്ലോ അങ്ങനത്തെ വട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ എന്ന് എനിക്ക് സമാധാനിക്കാമല്ലോ. യെസ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ വീണ്ടും പറയാം, 145 ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാഗിൽ കീ ചെയിനായിട്ട് വരെ യൂസ് ചെയ്യാം. ഇതിൻ്റെ പുറംഭാഗമൊക്കെ ഒരു സ്ക്വിഷി പോലെ ഉണ്ടായിരുന്നു.
പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു 6 റിംഗ് ബൈൻഡർ ജേണലാണ്. നമ്മൾ 2025 ഒക്കെ വരില്ല, അപ്പോൾ നമുക്ക് ബുള്ളറ്റ് ജേണലിങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് ഈ ഒരു ജേണൽ കേട്ടോ. പിന്നെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഈ 3 റിംഗ് ബൈൻഡർ ജേണൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പിങ്ക് കളറിലാണ്, ഇത് ഞാനൊരു ബ്ലൂ കളറിലാണ് വാങ്ങിച്ചിട്ടുള്ളത്, കുറച്ച് വെറൈറ്റി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ തുറന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു സ്കെയിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഓരോ പേജസും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, കാണാൻ ഓരോന്നും ഓരോ ഡിസൈനിലായിരുന്നു, നല്ല ഭംഗി എഴുതിച്ചൊക്കെ ഭയങ്കര ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ പേജസ്. ഓക്കെ, പിന്നെ ഇതിലിതുപോലെ ബുള്ളറ്റ് ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള പേജസും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നോർമൽ പേജസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റിലേക്ക് ഞാനിങ്ങനെ മറിച്ച് നോക്കിയപ്പോൾ സമയത്ത് ഒരു പൗച്ചും കൂടെ കണ്ടു. നമുക്ക് നമ്മുടെ സ്റ്റിക്കേഴ്സൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പൗച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ. എനിക്ക് എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ റേറ്റ് 299 ആട്ടോ, അതായത് 300 ആ ഒരു റേറ്റിന് ഭയങ്കര വേർത്താണ്. ഒരുപാട് പേജസും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് നോക്കാം. അപ്പോൾ ആ ഒരു സൈറ്റിൻ്റെ പേര് ഞാൻ വീണ്ടും പറയാം, മാജിക് ട്രങ്ക് എന്നാണ്. ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അതേപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും പോയി സെർച്ച് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുക. അവരുടെ ഡെലിവറി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാം. ഞാൻ ബാംഗ്ലൂർ ആണെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യണ്ട.